ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപത്തുണ്ടായത് യഥാർത്ഥത്തിൽ സ്ഫോടനമല്ലെന്നും പടക്കം പൊട്ടിച്ചതാണെന്നും പോലീസ് വെളിപ്പെടുത്തുകയുണ്ടായി. വിഷുവിനും ഈസ്റ്ററിനും പൊട്ടിച്ചതിന്റെ ബാക്കി പടക്കങ്ങൾ സമീപവാസികളായ കുട്ടികൾ ചേർന്ന് പൊട്ടിച്ചതാണെന്നും സംഭവത്തിൽ ദുരൂഹതകളൊന്നുമില്ലെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള ആർ ഇളങ്കോ നിലവിൽ വ്യക്തമാക്കുകയും ചെയ്തു. അലക്ഷ്യമായി പടക്കം പൊട്ടിച്ചതിന് യുവാക്കളുടെ പേരിൽ പെറ്റി കേസ് എടുത്ത് വിട്ടയക്കുകയുമാണ് ചെയ്തത്. എന്നാൽ സ്ഫോടനം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും കമ്മീഷണർ നിലവിൽ അറിയിക്കുകയുണ്ടായി. വീടിന് മുന്നിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സംഭവം തനിക്ക് നേരെ നടത്തിയ ആക്രമണമായാണ് കാണുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ ശക്തമായി ആരോപിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിന് പിന്നിൽ ആരാണെങ്കിലും പുറത്തു കൊണ്ടുവരണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച രാവിലെ ബി.ജെ.പി. സിറ്റി ജില്ലയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും നടത്തുകയുണ്ടായി. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം നടന്ന സ്ഫോടനത്തിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാവായിട്ടുള്ള സന്ദീപ് വാര്യറും തന്റെ ആവശ്യമുയർത്തി രംഗത്ത് വരികയുണ്ടായി.